മാനവസേവ മാധവസേവയെന്ന മഹത് സന്ദേശം ഓർമ്മപ്പെടുത്തി ദേശീയ സേവാഭാരതിയുടെ ദക്ഷിണ കേരള ജില്ലാ വാർഷിക പൊതുയോഗങ്ങൾക്ക് സമാപനം. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും സംഘപ്രസ്ഥാനങ്ങളിലെ മുതിർന്ന കാര്യകർത്താക്കളും യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സംഘടനയാണ് സേവാഭാരതിയെന്ന് തിരുവനന്തപുരത്ത് യോഗം ഉദ്ഘാടനം ചെയ്ത സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞു. എല്ലാ പേരെയും ചേർത്തു പിടിക്കുന്ന ഒന്നാണ് സേവാഭാരതി. 2027 നാം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന സംഘടനയാണ് സേവാഭാരതി എന്ന് തിരുവനന്തപുരത്തെ വാർഷിക പൊതുയോഗ ഉദ്ഘാടനം ചെയ്ത സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞു. അതുകൊണ്ട് ഭാരതീയ വികസിത ഭാരതം 2047 നമ്മൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിനെ പ്രാവർത്തികമാക്കാൻ കഴിവുള്ള ഏറ്റവും ശക്തിയാർജിച്ച, ഏറ്റവും സജ്ജമായിട്ടുള്ള, ഏറ്റവും സേവന തൽപരരായിട്ടുള്ള അംഗബലമുള്ള ഒരു സംഘടനയാണ് സേവാഭാരതി. തിരുവനന്തപുരം കൈമനം ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ RSS ദക്ഷിണ കേരള പ്രാന്ത കാര്യവാഹ് TV പ്രസാദ് ബാബു സേവാ സന്ദേശം നൽകി. ഒരു കാലഘട്ടത്തിൽ ചെറുതു നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ആവശ്യത്തിനനുസരിച്ച് തുടക്കം കുറിച്ച് അങ്ങനെ അതിനൊരു സംവിധാനം സ്വാഭാവികമായി രൂപപ്പെട്ട് വന്നതാണ് നമ്മുടെ സേവാ പ്രവർത്തനം എന്നത്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം ആറന്മുള ശ്രീ വിജയാനന്ദ വിദ്യാപീഠത്തിൽ നടന്നു. RSS ദക്ഷിണ പ്രാന്ത ബൗദ്ധിക് പ്രമുഖ് P ഉണ്ണികൃഷ്ണൻ സേവാ സന്ദേശം നൽകിയ യോഗം വേൾഡ് മലയാളി കൗൺസിൽ അഡ്വൈസറി ബോർഡ് അംഗം ജോസ് കോലോത്ത് ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് ബദ്രീനാഥ് ക്ഷേത്രം മുൻ റാവൽ G ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരിയാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. ദേശീയ സേവാഭാരതിയുടെ കൊല്ലം ജില്ലയുടെ ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്താൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. കാരണം 14 ജില്ലകളിലും ഒരേ സമയത്ത് നടത്തുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സേവാഭാരതിയുടെ ശക്തി തന്നെയാണ് കാണിക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ പ്രാന്ത സമ്പർക്ക പ്രമുഖ് CC സെൽവൻ സേവാ സന്ദേശം നൽകി. നമ്മുടെ സേവ എന്നൊരു വാക്ക് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് പുതിയൊരു വാക്കല്ല. ഭാരതത്തിലെ ജനഹൃദയങ്ങളിൽ അനാദികാലമായിട്ട് ആ സേവ എന്ന് പറയുന്ന കാര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ. വിവിധ സേവാ പ്രോജക്റ്റുകളെ കുറിച്ചുള്ള പരിശീലനവും വിശേഷാൽ സേവാ പ്രവർത്തന റിപ്പോർട്ടും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. കൊല്ലം, പത്തനംതിട്ട ബ്യൂറോകൾക്കൊപ്പം ജനം, തിരുവനന്തപുരം.